മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനെതിരെ ആക്രമണം തുടർന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സുകുമാരൻ നായർ സതീശൻ അഹങ്കാരിയെന്ന് തുറന്നടിച്ചു. മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് എൻഎസ്എസ് ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കി. സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ലെന്നും ജനാധിപത്യ വിരുദ്ധ തീരുമാനങ്ങൾ എൻഎസ്എസിൽ ഉണ്ടാകുന്നുവെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. എന്നാൽ എന്തെങ്കിലും ക്രമവിരുദ്ധ പ്രവർത്തനം നടന്നെങ്കിൽ ഗണേഷിന് കേസ് കൊടുക്കാമെന്നായിരുന്നു ജി സുകുമാരൻ നായരുടെ തിരിച്ചടി. തെരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീശനെതിരെ ഉന്നയിച്ചിരുന്ന വിമർശനം മുഖ്യമന്ത്രിയായതിനു ശേഷവും കടുപ്പിക്കുകയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കാത്തതിൽ ഇന്ന് ചേർന്ന വാർഷിക ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ അതൃപ്തി പ്രകടിപ്പിച്ചു. സതീശൻ അഹങ്കാരിയാണെന്നും ഇനി കാലുപിടിക്കാനില്ലെന്നുമായിരുന്നു പ്രതികരണം. മുഖ്യമന്ത്രിയായതിനു ശേഷം വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എൻഎസ്എസ് നേതൃത്വം അനുമതി തേടിയിരുന്നു. ആദായ നികുതി ഭേദഗതിയുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടത്. എന്നാൽ 2 തവണയും അനുമതി ലഭിച്ചില്ല. ഇതോടെയാണ് ഇന്ന് പെരുന്നയിൽ ചേർന്ന യോഗത്തിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. അതിനിടെ കാലാവധി അവസാനിച്ച മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ എൻഎസ്എസ് ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കി. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും ഗണേഷ് കുമാറും അടക്കം 9 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നുവെങ്കിലും ഗണേഷ് ഒഴികെ 8 പേർക്കും അംഗത്വം പുതുക്കി നൽകി. പത്തനാപുരത്തെ പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി ആരോപണവും തുടർന്ന് താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടതുമുൾപ്പെടെ ഗണേഷ് കുമാറിന് തിരിച്ചടിയായി. തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കി ഗണേഷ് കുമാർ രംഗത്തെത്തി. ജനാധിപത്യപരമായ നിലപാടല്ല എൻഎസ്എസ് നേതൃത്വം സ്വീകരിച്ചതെന്നായിരുന്നു ആക്ഷേപം. പത്തനാപുരത്ത് നടന്ന ജനാധിപത്യമല്ല, അത് സൂപ്രണ്ട് രജിസ്റ്റർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ NSS ഈ മരിക്കുന്നവരെ സ്ഥാനം ഇരിക്കുന്ന ആളാണ്. അല്ലല്ലോ, മാറി തിരിഞ്ഞൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. ജനങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ഗണേഷ് കുമാറിന്റെ എല്ലാ ആരോപണങ്ങളും സുകുമാരൻ നായർ തള്ളി. എൻഎസ്എസ് ജനാധിപത്യ സംഘടനയാണെന്നും ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പരാതി നൽകട്ടെ എന്നുമായിരുന്നു തിരിച്ചടി. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാനൊക്കെയല്ല സാർ ആർക്കും. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞാൽ അവന്റെ അഡ്രസ്സ് കാണുകയല്ലേ. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. കുന്നത്തൂർ എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VRK ബാബുവിനെയാണ് ഗണേഷ് കുമാറിനു പകരം ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയത്. ന്യൂസ് മലയാളം, കോട്ടയം.